നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കേരളത്തിൽ കാലവർഷം വീണ്ടും സജീവമാകുന്നു. അടുത്ത 7 ദിവസം കേരളത്തിൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൂൺ 14 മുതൽ 16 വരെയുള്ള തീയതികളിൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്കും ജൂൺ 12 മുതൽ 16 വരെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യതയെന്നാണ് പ്രവചനം. ജൂൺ 14 കേരളത്തിന് മുകളിൽ മണിക്കൂറിൽ പരമാവധി 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ട്. പട്ടാമ്പിയിൽ മുഹമ്മദ് മൂസിൻ MLAയുടെ എക്സലൻസ് അവാർഡ് വിതരണവും എജുഫെസ്റ്റും സംഘടിപ്പിക്കുമെന്ന് മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. മന്ത്രി അബ്ദുറഹ്മാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. മുഹമ്മദ് മൂസിൻ MLAയുടെ നേതൃത്വത്തിൽ നിയോജകമണ്ഡലത്തിലെ മികവ് തെളിയിച്ചവർക്കുള്ള MLA എക്സലൻസ് അവാർഡ് വിതരണവും ശ്രദ്ധ എജുഫെസ്റ്റുമാണ് ഈ മാസം 14 ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ ആമിയൂർ OPH കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തുന്നത്. LSS, USS, NMMS സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ഇതോടൊപ്പം ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ SSLC, +2 മുഴുവൻ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ, യൂണിവേഴ്സിറ്റി റാങ്ക് ജേതാക്കൾ, കലാകായിക മേഖലകളിൽ സംസ്ഥാന ദേശീയ അവാർഡ് ജേതാക്കൾ തുടങ്ങിയവർക്കാണ് അവാർഡുകൾ നൽകി വരുന്നത്. കേരളത്തിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രദർശനം ശ്രദ്ധ എജുഫെസ്റ്റിന്റെ ഭാഗമായി നടക്കും. ഇതിന്റെ ഒരുക്കങ്ങൾ മന്ത്രി VK അബ്ദുറഹ്മാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുക. ഇതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണെന്ന് മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. LSS, USS, NMMS കിട്ടിയ കുട്ടികളുടെ രക്ഷിതാക്കൾ അവർക്ക് വേറൊരു പരിപാടി നടത്താനാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഈ പരിപാടിയിൽ അവർ പങ്കെടുക്കണമെന്നും ബഹുമാനപ്പെട്ട മിനിസ്റ്ററൊക്കെ പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ തന്നെ വരണം എന്ന് പറഞ്ഞാൽ നിരന്തരമായി അവർ ആവശ്യപ്പെടുക. അതുപോലെ എജു എക്സ്പോ ആ കുട്ടികൾക്കൊക്കെ തന്നെ അതിലും പങ്കെടുക്കണമെന്ന ആവശ്യം വന്നതുകൊണ്ട് അതുകൂടി പരിഗണിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ തന്നെ വേറൊരു പരിപാടിയാണ് നമ്മൾ നടത്താൻ തീരുമാനിച്ചിരുന്നെങ്കിലും ഈ പരിപാടിയിൽ തന്നെ LSS, USS, NMMS സ്കോളർഷിപ്പ് ലഭ്യമായിട്ടുള്ള പരീക്ഷകൾ പാസ്സായിട്ടുള്ള കുട്ടികളെ കൂടി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ കുറേ രക്ഷിതാക്കൾ നേരത്തെ പറഞ്ഞപ്പോൾ മറ്റൊരു പരിപാടി ആകാമെന്ന് അവരോട് നേരത്തെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ വീണ്ടും ആവശ്യപ്പെടുന്നത് കൊണ്ട് തന്നെ ഈ പരിപാടിയിൽ നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് നേരത്തെ നമ്മൾ നൽകിയ QR കോഡിൽ തന്നെ നോക്കി അതല്ലെങ്കിൽ ആ ലിങ്കിൽ തന്നെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ LSS, USS, NMMS കിട്ടിയ പട്ടാമ്പി മണ്ഡലത്തിലെ കുട്ടികളെ കൂടി ഈ 14-ാം തീയതി നടക്കുന്ന പരിപാടിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ കൂടി രജിസ്റ്റർ ചെയ്യണമെന്ന് അഭ്യർത്ഥന. സമയക്രമത്തെ ചൊല്ലി കൂറ്റനാട് സെന്ററിൽ ബസ് ജീവനക്കാർ തമ്മിൽ കയ്യാങ്കളി. കാലത്ത് 9:30 കൂറ്റനാട് സെന്ററിൽ തണ്ണീർക്കോട് റോഡിലെ ബസ് സ്റ്റോപ്പ് പരിസരത്തായിരുന്നു സംഭവം. കൂറ്റനാട്, കക്കാട്ടിരി, ആലൂർ വഴി സർവീസ് നടത്തുന്ന അനുഗ്രഹ ബസ്സിലെ ജീവനക്കാരും കുമ്പിടി, ആറങ്ങോട്ടുകര റൂട്ടിൽ സർവീസ് നടത്തുന്ന അഞ്ചലി ബസ്സിലെ ജീവനക്കാരും തമ്മിലായിരുന്നു സംഘർഷം. സമയക്രമീകരണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് അടിപിടിയിൽ കലാശിച്ചതെന്നാണ് സൂചന. സെന്ററിലെ ഓട്ടോ തൊഴിലാളി ജയപ്രകാശ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. കൂറ്റനാട് കരിമ്പയിൽ റോഡരികിലെ പൊതുസ്ഥലം കയ്യേറി യുവാക്കൾ കളിസ്ഥലം വിപുലീകരിച്ചതായി പരാതി. ലഹരിക്കെതിരായും കായിക മേഖലയുടെ വളർച്ചയ്ക്കായുമാണ് മൈതാന വിപുലീകരണമെന്ന മറുവാദവുമായി യുവാക്കളും രംഗത്ത്. പട്ടിത്തറ, ചാലിശ്ശേരി എന്നീ പഞ്ചായത്തുകൾ അതിരിടുന്ന കൂറ്റനാട് കരിമ്പയിലാണ് കളിസ്ഥലത്തെ ചൊല്ലിയുള്ള പരാതിയും മറുവാദങ്ങളും ഉയരുന്നത്. പ്രദേശത്തുകാർ വോളിബോൾ കളിച്ചിരുന്ന മൈതാനം ഏതാനും ദിവസം മുമ്പ് യുവാക്കൾ ചേർന്ന് JCB ഉപയോഗിച്ച് വിസ്തൃതി വർദ്ധിപ്പിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി പൊതുസ്ഥലത്തെ മരങ്ങളും മറിച്ചിട്ടതായി പരാതി ഉയർന്നിരുന്നു. സംഭവത്തിൽ പൊതുപ്രവർത്തകൻ മനാഫ് കരിമ്പയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. പ്രദേശത്ത് നിന്ന് അനധികൃതമായി മണ്ണ് നീക്കം ചെയ്തതായും പരിസ്ഥിതി ദിനങ്ങളിൽ നട്ടതുൾപ്പെടെയുള്ള മരങ്ങൾ നീക്കം ചെയ്തതായും മനാഫ് ആരോപിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പിനും പഞ്ചായത്തിലും പരാതി നൽകിയതായും മനാഫ് പറഞ്ഞു. പരാതി നൽകിയതോടെ തനിക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ ഭീഷണികൾ വരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാവർക്കും കാണാൻ പറ്റും ഈ ഒരു ഗ്രൗണ്ടൊക്കെ. നമുക്കറിയാം, ഏകദേശം 1 വർഷം മുന്നെയാണ് ഇതിൻ്റെ തൊട്ടടുത്തൊരു കത്തിക്കുത്ത് പ്രശ്നങ്ങളുണ്ടായത്. ഈ നമ്മുടെ നാട്ടിലിപ്പോൾ നടക്കുന്ന പ്രധാന പ്രശ്നം പറഞ്ഞാൽ ലഹരിയുടെ പ്രശ്നമാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കളിക്കളം വന്നതിന് ശേഷം എല്ലാ കുട്ടികളും എല്ലാ യുവാക്കളും ഇങ്ങനത്തെ ഒരു ഗ്രൗണ്ടിൽ വന്ന് ആ കളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇതൊരു നാടിൻ്റെ പൊതുവായ ഒരു സംഭവം, ഒരു സ്വത്താണ്, ഒരു പൊതു സ്വത്താണ്. ഇതിനെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഇതിനെതിരെ പ്രവർത്തിക്കാനോ ഞങ്ങൾ ആരെയും സമ്മതിക്കില്ല. ഞങ്ങൾ ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞങ്ങൾ ഓരോ യുവാക്കളും ഓരോ വിദ്യാർത്ഥികളും 100 രൂപ 200 രൂപയൊക്കെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഞങ്ങളിവിടെ ഒരു ഇത് ഉണ്ടാക്കിയത്, ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കിയത്. അതുപോലെ അതിന് ബോൾ പുറത്തു പോകാതെ തരത്തിലുള്ള നെറ്റൊക്കെ കിട്ടി ഞങ്ങൾ വിപുലീകരിച്ചത്. നാട്ടിലെ യുവാക്കൾ വർഷങ്ങളായി വോളിബോൾ കളിച്ചു വന്നിരുന്നതും
നിരവധി കായികമേളകളിൽ വിജയികളായി മാറിയ ടീമുകളെ സൃഷ്ടിച്ചെടുത്ത മൈതാനമാണിതെന്നും യുവാക്കൾ പറഞ്ഞു. ഈ കാണുന്ന മനോഹരമായ ഗ്രൗണ്ട് ഇവിടെ വരാനുള്ള ഇതിൻ്റെ ബാക്കിൽ ടൗൺ ടീം കരിമ്പക്ക് വന്ന പ്രചോദനം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ കാലയളവിൽ ഈ പ്രദേശത്ത് നടന്ന കത്തിക്കുത്ത്, മയക്കുമരുന്ന് വേട്ട, മാത്രമല്ല ഇവിടെ നടക്കുന്ന കംപ്ലീറ്റ് സാമൂഹ്യ ദ്രോഹികളുടെ പ്രവർത്തനങ്ങൾ. ഇവിടെ നമുക്കറിയാം, വൈകുന്നേരം ആയാൽ കംപ്ലീറ്റ് ആളുകൾ ഇവിടെ കയറി വെള്ളടിയാണ്. ഇതിന്നൊരു ഈ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വരുന്ന 150-ൽ പരം യുവാക്കളെ കൂട്ടിയിട്ട് നമ്മളിവിടെ ഈ മനോഹരമായ ഈ കളിസ്ഥലം ഉണ്ടാക്കിയത്. ഇപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഈ കളിസ്ഥലം മുടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ മാഫിയകളെ കൂട്ടുപിടിച്ചുകൊണ്ട് പല ആളുകളും ഇതിനെതിരെ സംസാരിച്ച് തുടങ്ങുകയാണ്. ഇപ്പോൾ പറയാം, കരിമ്പ കോട്ടപ്പാടം ഈ റോഡിൽ കംപ്ലീറ്റ് മണ്ണ് മാഫിയാണ്. ഈ മണ്ണ് മാഫിയയുടെ അടക്കം യുവാക്കളെ ലഹരിയിൽ നിന്നകറ്റി കളികളിലേക്ക് ആകർഷിക്കുക, ആരോഗ്യമുള്ള യുവതിയെ സൃഷ്ടിച്ചെടുക്കുക, പ്രദേശത്തു നിന്നും സാമൂഹ്യവിരുദ്ധരെ അകറ്റി നിർത്തുക തുടങ്ങി നിരവധി പ്രയോജനങ്ങൾ നൽകുന്ന മൈതാനം ജാതിമത കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ ഒറ്റക്കെട്ടായി സംരക്ഷിക്കുമെന്നും ഇവർ പറഞ്ഞു. മൈതാനത്തിന് സമീപത്തെ കാട് നീക്കം ചെയ്യുക മാത്രമാണ് തങ്ങൾ ചെയ്തതെന്നും യുവാക്കൾ കൂട്ടിച്ചേർത്തു. ഇത് അനധികൃതമായിട്ട് ഇവർ മണ്ണെടുത്ത് ഇവർ നീക്കം ചെയ്തതാണ്. അത് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. JCB കൊണ്ട് മണ്ണ് നീക്കിയിട്ട് ഇവരെ കോട്ട് വലുതാക്കാനായിട്ട് ഇവർ ഇത് വലുതാക്കിയതാണ്. ഇവിടെ മുമ്പ് ഇവിടെ ഈ കഴിഞ്ഞ പരിസ്ഥിതിക്ക് ഇവിടെ കുഴിച്ചിട്ട മരങ്ങൾ എല്ലാം ഇവർ JCBക്ക് നിരത്തി ഇവിടെ ഇങ്ങനെ ആക്കിയതാണ്. അതിനാണ് നമ്മൾ പരാതി കൊടുത്തത്. ഈ പരാതി കൊടുത്തതിനാണ് ഇവരിപ്പോൾ ഇങ്ങനെ ആക്രോശിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവരിവിടെ കളിക്കുന്നുണ്ട്, കളിക്കാൻ അത്യാവശ്യം ഗ്രൗണ്ടും കാര്യങ്ങളും ഉണ്ട്. അതിനിപ്പോൾ നമുക്ക് തടസ്സമൊന്നുമില്ല. അവരെ കളിച്ചോട്ടെ, കുഴപ്പമില്ല. അനധികൃതമായിട്ടാണ് അതും ഉള്ളത്. നമ്മൾ അതിന് തടസ്സം ഇതുവരെ പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ആനക്കരയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കുമ്പിടി പുറമതിൽശ്ശേരി കുന്നത്തുവളപ്പിൽ മുഹമ്മദിന്റെ മകൻ 21 വയസ്സുള്ള ജസീലാണ് മരിച്ചത്. ജൂൺ 3-ന് ആനക്കര ഹൈസ്കൂളിന് സമീപത്തായിരുന്നു അപകടം. വേഗത്തിൽ പോകുകയായിരുന്ന ബൈക്കിനു കുറുകെ മറ്റൊരു ബൈക്ക് കടന്നുപോകാൻ ശ്രമിക്കുമ്പോൾ കൂട്ടിയിടിക്കുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ ജസീൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാവിലെയാണ് മരിച്ചത്. ഫൈജാസ് മാതാവും ഷമീസ്, സൻഹില, റിയാന എന്നിവർ സഹോദരങ്ങളുമാണ്. തിരുവേഗപ്പുറ പഞ്ചായത്തിൽ നവീകരണം പൂർത്തിയായ അമ്മാട്ടിക്കുളം നാടിന് സമർപ്പിച്ചു. 20 ലക്ഷം രൂപ ചെലവഴിച്ചായിരുന്നു കുളം നവീകരിച്ചത്. തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിലെ അമ്മാട്ടിക്കുളമാണ് നവീകരിച്ചത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരണം പൂർത്തിയാക്കിയത്. ശോച്യാവസ്ഥയിൽ കിടന്നിരുന്ന കുളം ആഴം കൂട്ടിയും കുളത്തിലെ ചണ്ടികൾ നീക്കം ചെയ്തുമെല്ലാമായിരുന്നു നവീകരണ പ്രവൃത്തികൾ നടപ്പാക്കിയത്. നവീകരണം പൂർത്തിയാക്കിയ കുളം നാടിന് സമർപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു. 20 ലക്ഷമാണ് വകയിരുത്തിയെങ്കിലും ഇനിയിപ്പോൾ നമ്മളെ ഭരണസമിതിയൊക്കെ അവസാനിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. പക്ഷേ ഇനിയും കൂടുതൽ ഫണ്ട് വകയിരുത്താൻ നമുക്ക് സാധിക്കുമെന്നറിയില്ല. പക്ഷെ എന്തായാലും അതിനോടനുബന്ധിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് മാത്രമാണ് പറയാനുള്ളത്. എന്തായാലും നമുക്കറിയാം, നമ്മുടെ നാട്ടിലിപ്പോൾ പണ്ടത്തെ പോലല്ല. പണ്ട് നമുക്ക് എല്ലാ കുട്ടികൾക്കും നമ്മളെ അമ്മമാരൊക്കെ കുളത്തിലേക്ക് പോകുമ്പോൾ കുട്ടികൾക്കൊക്കെ നീന്തൽ അറിയാവുന്ന ഒരവസ്ഥ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ കുട്ടികൾക്കൊന്നും നീന്തൽ അറിയില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികളൊക്കെ നമ്മൾ നിരന്തരം പത്രത്തിലും നാട്ടിലൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. അപകടത്തിൽപ്പെട്ട് വെള്ളത്തിൽ പെട്ട് മരിക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ നമ്മൾ നിരന്തരം നമ്മൾ കേൾക്കുകയാണ്. പക്ഷേ നമുക്കറിയാം, ഇവിടുത്തെ സമീപത്തുള്ള കുട്ടികൾക്കൊക്കെ നീന്തൽ പഠിക്കാനും കൂടി ഈ ഒരു കുളം ഉപയോഗപ്പെടുത്താമെന്ന് നമുക്കൊക്കെ തോന്നുന്നു. കാരണം ഇതിന് ഒരുപാട് ആഴമുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച്, അതുപോലെ തന്നെ വലിയവരൊക്കെ നിന്ന് കൊണ്ട് വേണം കുട്ടികളെ നീന്തൽ പഠിപ്പിക്കാൻ. കാരണം ആഴമുള്ള കുളമാണ്. ഞാൻ ഇതിൻ്റെ അത് കണ്ടിട്ടില്ല. പക്ഷേ 18ഓളം സ്റ്റെപ്പ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇതിന് എത്രത്തോളം ആഴമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഈ ഒരു കുളം നല്ല ഭംഗിയായി തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK അസീസ് അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA റഷീദ്, പഞ്ചായത്ത് അംഗങ്ങളായ M അബ്ബാസ്, KT മജീദ്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് P സൈദാലി, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം KTM മാനു തുടങ്ങിയവരും സംസാരിച്ചു. വിളയൂർ കൈപ്പുറം റോഡിലെ രാമച്ചം കുന്നത്ത് മൈലാടി ഭാഗത്ത് തകർന്ന റോഡിന്റെ വശം ഉടൻ പുനർനിർമ്മിക്കണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത്. പാതയിലൂടെ ഗതാഗതം നിരോധിച്ച് 2 ആഴ്ചയായിട്ടും നടപടിയായിട്ടില്ലെന്നാണ് ആക്ഷേപം. 2 ആഴ്ച മുമ്പുണ്ടായ കനത്ത മഴയിലാണ് കൈപ്പുറം വിളയൂർ പാതയിലെ കൈപ്പുറം മൈലാടിക്കും ആക്കപ്പറമ്പിനുമിടയിൽ റോഡിന്റെ അരികെ ഇടിഞ്ഞു വീണത്. ഇതേ തുടർന്ന് പാതയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിക്കുകയും ചെയ്തു. ആക്കപ്പറമ്പ് വഴി തിരിച്ചാണ് ഇപ്പോൾ ബസ് സർവീസ് ഉൾപ്പെടെയുള്ളവ ഇതിലൂടെ കടന്നു പോകുന്നത്. അരികുപറ്റി പുനർനിർമ്മിച്ച് ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. റോഡ് ഉടൻ ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട്
യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി. ആഴ്ചകളോളമായിട്ടും ഉത്തരവാദിത്തപ്പെട്ടവർ വിഷയത്തിൽ ഇടപെടുന്നില്ല. ഗതാഗത തടസ്സം പ്രദേശവാസികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ഗതാഗതം തിരിച്ചുവിട്ട് എടപ്പലം ആക്കപ്പുറം റോഡും തകർന്നു കിടക്കുകയാണ്. ഉടൻ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം സെക്രട്ടറി MC മുഹസിൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വാടാനംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച ടോയ്ലറ്റ് കോംപ്ലക്സ് തുറന്നുകൊടുത്തു. സ്കൂളിൽ നവീകരിച്ച കെമിസ്ട്രി ലാബിന്റെ ഉദ്ഘാടനവും നടന്നു. വാടാനംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ശുചിമുറിയുടെയും നവീകരിച്ച ലാബിന്റെയും ഉദ്ഘാടനമാണ് നടന്നത്. 13.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം പണിതത്. 10 ടോയ്ലറ്റുകളോടുകൂടിയ സൗകര്യത്തോടു കൂടിയാണ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെമിസ്ട്രി ലാബ് നവീകരിച്ചത്. പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം N നീരജ് നിർവഹിച്ചു. ഇവിടെ കഴിഞ്ഞ വർഷത്തിന് മുമ്പ് വരുന്ന സമയങ്ങളിൽ നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ ടീച്ചർ പറഞ്ഞൊരു വാചകം എന്റെ മനസ്സിൽ പോയി. ഈ അഡ്മിഷന്റെ സമയം അതിന് മുമ്പുള്ളൊരു ദിവസമാണ് ഞാൻ ഉണ്ടാവുന്നത്. ടീച്ചർ പറഞ്ഞൊരു വാചകം, പല അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയം പല രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഇവിടെ വന്ന് ഇവിടുത്തെ ഈ ടോയ്ലറ്റ് സൗകര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അന്വേഷണത്തെ തുടർന്ന് PTA പ്രസിഡന്റ് K അശോകൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ P ബീന, പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ജലജ ശശികുമാർ, പ്രിയ പ്രശാന്ത്, KP റഫീഖ്, പ്രധാനാധ്യാപിക M ഗീത, സ്റ്റാഫ് സെക്രട്ടറി TM മോഹനകുമാർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ചാലിശ്ശേരി കൗക്കോട് കുളത്താണി ക്ഷേത്ര ഭരണസമിതി ഭാരവാഹിയും സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ശ്രദ്ധേയനുമായ കൊല്ലഴി മങ്ങാട്ട് ഉണ്ണി എന്ന അരവിന്ദാക്ഷന്റെ 2ാം ചരമവാർഷിക അനുസ്മരണവും ക്ഷേത്ര മാതൃസമിതി അംഗവും സംഗീത അധ്യാപികയുമായിരുന്ന കുന്നത്തുമനയ്ക്കൽ ഹേമലത ടീച്ചറുടെ നിര്യാണത്തിലുള്ള അനുശോചന യോഗവും ചേർന്നു. ക്ഷേത്രം ഹാളിൽ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ TM നാരായണന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ വാർഡ് മെമ്പർ നിഷ അജിത് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ധന്യ സുരേന്ദ്രൻ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അരീക്കർ വിജയൻ, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി, സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് VV ബാലകൃഷ്ണൻ തുടങ്ങി സാമൂഹിക സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ പങ്കെടുത്തു. ഇതോടെ നിളവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.